തളിരിടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിഷയങ്ങളിൽ പൊതുവെ കേരളത്തിന് ഇതിനു മുമ്പും പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇത്ര തീവ്രത ഉള്ളതല്ല എങ്കിൽ പോലും അത്തരം ആളുകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ ഇതിനകത്തൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രശ്നമല്ല. വിവിധ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് LDF UDFിൻ്റെയൊക്കെ കാലത്ത് വിവിധ തരത്തിലുള്ള ദുരന്തങ്ങൾ, ഇപ്പം ഓക്കി ദുരന്തം എടുക്കാം, മറ്റു പല ദുരന്തങ്ങളും എടുക്കാം. ഈ കാലത്ത് ഏറ്റവും മറ്റൊരു ഉദാഹരണമാണ് ആദിമവാസികളെ കൊണ്ട് താമസിപ്പിച്ച കണ്ണൂരിലെ ഇപ്പോൾ ഏറ്റവും അവസാനം 2 ആദിമവാസികളെ ആന ചവിട്ടിക്കൊന്ന പ്രദേശം നമുക്കറിയാം. അതൊരു റീഹാബിലിറ്റേഷൻ ഏരിയയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പുനരധിവാസം, ഇതുവരെ നടത്തിയിട്ടുള്ള പുനരധിവാസങ്ങളിൽ ഒട്ടേറെ മോശപ്പെട്ട അനുഭവങ്ങളാണ് ഇത്തരം പുനരധിവാസത്തിന് വിധേയമാകേണ്ടി വരുന്നവർ. അവർ യഥാർത്ഥത്തിൽ ഇരകളല്ല, രക്തസാക്ഷികളാണ്. അവരാരും അവരുടെ ഏതെങ്കിലും ഒരു കർമ്മം കൊണ്ടല്ല ഈ ദുരന്തം അവർ ഏറ്റുവാങ്ങിയത്. അവർ ജന്മം കൊണ്ട് അവരെ ഇതിന് വിധേയരാകേണ്ടവരല്ല. അങ്ങനെയാണെങ്കിൽ ഇരകളെന്ന് പറയാവൂ, രക്തസാക്ഷികളാണ്. അപ്പം നാളിതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായ ദുരന്തങ്ങൾ ഇല്ലെങ്കിൽ സംഭവങ്ങളിലൂടെ പുനരധിവസിപ്പിക്കേണ്ടി വന്നവരുടെ അനുഭവങ്ങൾ വയനാട്ടിൽ സംഭവിക്കരുത് എന്ന് എല്ലാ മലയാളികളും ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ വക്താവെന്ന നിലയിൽ എന്നെപ്പോലെ ഒരാൾക്ക് ഇതിനകത്തൊരു കക്ഷി രാഷ്ട്രീയമില്ല എന്നതുകൊണ്ട്, പക്ഷേ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിന് വളരെ കൃത്യമായി ഗൗരവതരമായ പല ആരോപണങ്ങളും ഒരു പൊതുവേദിയിൽ ആവർത്തിച്ച് ഈ വേദിയിൽ ഉന്നയിച്ചു, ഇതിനു മുമ്പ് ഉന്നയിക്കുന്നു. ഇതിനൊന്നും വളരെ വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്ത വിധം ഒട്ടേറെ പരിമിതികൾ, പഴുതുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിമിതി ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മലയാളികളുടെ പൊതുവികാരം, ആ ദുരന്തത്തിന് മുന്നിലേക്ക് ആളുകൾ എത്തും. ദുരന്തത്തിന് വിധേയരായവരെ നമ്മൾ പരമാവധി സഹായിക്കും. എന്നാൽ ആ ദുരന്തത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു തീവ്രത, ഈ പ്രഖ്യാപനങ്ങൾ പലതും വേണ്ട വിധത്തിൽ നടപ്പാക്കാൻ ഈ പ്രഖ്യാപനം നടത്തിയവരോ സർക്കാർ സംവിധാനങ്ങളോ പരാജയപ്പെടും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ പുനരധിവാസ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഒരു പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. കാരണം തർക്കത്തിലുള്ള ഭൂമി, ഇപ്പോൾ നമ്മളിപ്പം ഏറ്റെടുക്കാൻ പോകുന്ന എൽസൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ മുതലാളിയുടെ സ്വന്തം ഭൂമിയല്ല. ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയ ഭൂമി എങ്ങനെയായിരിക്കണം സർക്കാർ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇൻഡിപെൻഡൻസ് ആക്റ്റിൽ പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി പാട്ടഭൂമിയായിരിക്കുന്ന അല്ലെങ്കിൽ സമാന സ്വഭാവം ഭൂമിയിൽ എന്ത് അധികാരമാണ് അത് കൈവശം വച്ചിരിക്കുന്നവർക്ക് ഉള്ളത് എന്ന് വളരെ വ്യക്തമാക്കുന്ന കേരള റവന്യൂ മിനിസ്റ്ററുടെ ഒരു അഭിപ്രായ പ്രകടനം ഇത്തരമൊരു പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഫെബ്രുവരി 25-ാം തീയതി നടന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയൊക്കെ ഉൾപ്പെടുന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ കൃത്യമായ നിലപാട്. എൽസൺ എസ്റ്റേറ്റ് പോലെയുള്ള കേരളത്തിലെ ഹാരിസൺ പ്ലാന്റേഷനെ പോലെയുള്ളവരുടെ കയ്യിരിക്കുന്ന ഭൂമി അവരുടെ ഭൂമിയല്ല. അത് പാട്ടഭൂമിയോ പാട്ടം ആയി കൈവശം വച്ചിരുന്നത് വാങ്ങിയെടുക്കുകയോ ചെയ്ത അനധികൃത ഭൂമിയാണ്. ആ ഭൂമിക്ക് വില നൽകി വാങ്ങാൻ ശ്രമിക്കുന്നത് 26 കോടി പോലും തീരെ കുറഞ്ഞു പോയി എന്നാണ് കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അവിടെയാണ് വേറൊരു പ്രശ്നം. അങ്ങനെ 26 നോക്കൂ, കേരളത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നു. ആ ദുരന്തത്തിന് വിധേയമായ ആളുകളെല്ലാം അസാധാരണമായ തരത്തിലെ സാധാരണക്കാരാണ്. അതിസമ്പന്നരായ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. MLA-മാർക്ക് സംഭവിച്ചിട്ടില്ല. എന്തിനേറെ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാർ പോലും സുരക്ഷിതമായിരുന്നു, അല്ലേ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ? ഞാൻ അവരെ മോശക്കാരാക്കല്ല, ആയിക്കോട്ടെ. അപ്പം കേരളത്തിലെ MP-മാർക്കോ MLA-മാർക്കോ കോടീശ്വരന്മാർക്കോ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാതല നേതാക്കന്മാർക്കോ ഒന്നും ഈ ദുരന്തം ബാധിച്ചിട്ടില്ല സുഹൃത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനധികൃതമായ ഭൂമികളാണ് എന്ന് ഒരാളല്ല. നോക്കൂ, നമ്മുടെ പല റിപ്പോർട്ടുകളും വ്യക്തമാക്കിയ ഭൂമി, സുപ്രീം കോടതിയിൽ നിലവിൽ കേസിൽ നിൽക്കുന്ന ഭൂമികളുമായി ബന്ധപ്പെട്ട ഭൂമികളാണ് സർക്കാർ പറയുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ 25/2/25 ക്യാബിനറ്റിൽ റവന്യൂ മന്ത്രിയുടെ അഭിപ്രായത്തെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് പണം കൊടുത്ത് ഭൂമി വാങ്ങാം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ,
ശ്രീ KP യോഹന്നാൻ എന്ന് പറയുന്ന മരണപ്പെട്ട ഒരു സന്യാസി വര്യൻ്റെ ഭൂമി എരുമേലിയിലെ വിമാനത്താവളം വാങ്ങാൻ പണം കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ വ്യവഹാരം നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ഭൂമി ഇടപാട് യഥാർത്ഥത്തിൽ ഇതിൽ മരണപ്പെട്ടവരും ഭൂമി നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും ഒക്കെ വലിയ ദുരിതത്തിലാണ്. അതുകൊണ്ട് അതിന് ഒരു എന്താണ് ഇടങ്കോലിടലല്ല, മറിച്ച് മലയാളികളുടെ സ്വന്തമായ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ആളുകൾക്ക് അനധികൃതമായി പണം കൊടുക്കുമ്പോഴും പണം കൊടുക്കുന്നതിന് മുമ്പും ഞങ്ങൾ ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ പോലും സംസ്ഥാനത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുമെന്ന് പറയുന്ന ആളുകൾ കേസിന് പോകുന്നു. ആ കേസിന് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരെ സംരക്ഷിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നിൽ നിൽപ്പുണ്ട്. ആ കേസിന് പോയതിന് ശേഷം കേസിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത്ര കോടി രൂപ കൊടുക്കാമെന്ന് കേൾക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പണം കൊടുത്ത് തന്നെ റവന്യൂ മന്ത്രിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി പണം കൊടുത്ത് തന്നെ ഈ ഭൂമി വാങ്ങും എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ടാറ്റയുടെയും ഹാരിസൻ്റെയും അങ്ങനെ ഏകദേശം ഒരു 50ഓളം വരുന്ന ചെറുതും വലുതുമായ അനധികൃത പാട്ടഭൂമികൾ മുഴുവൻ ഇപ്പോൾ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്നവരുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ആമുഖമായി പറയട്ടെ. ഒരു പുതിയ നിയമനിർമ്മാണം അതിൽ ഉണ്ടാക്കേണ്ടതാണ്. നിയമനിർമ്മാണം ആർക്ക് വേണ്ടി? നോക്കൂ, ഡിസംബർ 2024 ഒരു വിധിയിൽ ഇത്തരം ഭൂമി കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ കാണിക്കേണ്ട ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്ന വിധിയെ എങ്ങനെ മറികടക്കാം എന്ന നിയമ ഉപദേശം തേടാൻ വേണ്ടിയാണ് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും AGയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിന് പിന്നിൽ നമ്മൾ കാണുന്നത് പോലെ അല്ല, അതിന് പിന്നിൽ മറ്റു ചില കച്ചവടവും നടക്കുന്നു. നമുക്കറിയാമല്ലോ, പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്ന ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നാട് കത്തുമ്പോൾ ഇല്ല പക്ഷേ വാഴ വെട്ടുന്ന പരിപാടി, അതും ഇതിന്റെ പിന്നിലുണ്ടെന്ന് വാഴ വെട്ടും.